ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രുചിയോടുകൂടി ഒരു ചിക്കൻ കറി തയ്യാറാക്കി നോക്കിയാലോ. അതിനായി 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ നാരങ്ങാനീരും 1/2 സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അല്പം എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ചിക്കൻ കഷ്ണങ്ങളിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കേണ്ട, ഒരു 5 മിനിറ്റ് മാത്രം മതി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ച് നമ്മൾ ചിക്കൻ വറുത്ത എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ 1 കഷ്ണം ഇഞ്ചി ചതച്ചതും 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും 3 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കരിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റി ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 3 സവോള ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. സവോള നന്നായി വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയം 1.5 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നന്നായി പഴുത്ത 2 തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വഴന്ന് വരട്ടെ. 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ തക്കാളിയും നന്നായിട്ട് വഴന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം 1 സ്പൂൺ ഗരം മസാല ചേർത്ത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് ഇളക്കി 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി അടച്ചു വെച്ച് കൊടുക്കാം. 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. ചിക്കൻ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് ചാറൊക്കെ വറ്റി നന്ന തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.